അസ്സലാമു അലൈക്കും. നമ്മളിന്ന് പെരുന്നാളാണ്. പെരുന്നാളിൻ്റെ അന്ന് നമ്മുടെ അവിടെ ബിരിയാണി വയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. 1 കിലോ 2 കിലോ അരിക്ക് നമ്മൾ 1.5 കിലോ ഉള്ളി, 1.25 കിലോ ഉള്ളി, വലിയ സവാള 1.25 കിലോ, 1/2 കിലോ തക്കാളി, 1/4 കിലോ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് അരച്ചത്, അത് പിന്നെ എല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റി നല്ല പാകമാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്കുള്ളതാണ് പാകമാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം പാകമാക്കി എല്ലാം കുഴമ്പാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്കിതെല്ലാം ചേർത്താം. പിന്നെ പൊരിച്ചിട്ടാണ്, കോഴി പൊരിച്ചിട്ടാണ് ബിരിയാണിക്ക് ചേർക്കുന്നത്. അത് നമുക്ക് കാണാം. ഇത് നമ്മൾ മലബാർ ബിരിയാണിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായി ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ബാക്കി നമുക്ക് മല്ലിയും പുതിനയും ചേർത്തിട്ടുണ്ട്. മല്ലിയും പുതിനയും വെക്കാം. വഴറ്റിയതല്ല. ഇനി അടുത്തത് വന്ന് നമുക്ക് കോഴി പൊരിക്കാം. ഇട്ടു അതിലേക്ക് നമുക്ക് വെള്ളുള്ളി പേസ്റ്റ് ചേർത്താം. അതിലേക്ക് ഉപ്പിടാം. കോഴിയിലേക്ക് നമ്മൾ അതെല്ലാം ഒപ്പം ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി വിടാം. മുളക് പൊടി പൊരിച്ചിട്ടാണ് വെക്കാൻ പോകുന്നത്. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ഇതൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഉപ്പും മുളക് എല്ലാം പിടിച്ചോളും. ഒന്ന് നമുക്കിത് ആക്കിയെടുക്കാം. അത് നമുക്കെല്ലാം വഴറ്റിയതെല്ലാം വാരി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇറച്ചി നമുക്കെല്ലാം പാകമാക്കി എല്ലാം ഇട്ട് നമുക്ക് കുഴച്ച് വയ്ക്കണം. ഉപ്പൊക്കെ പാകത്തിനിടാം. ഓയിൽ വെച്ചു നമുക്ക് ചോറിൻ്റെ മേലെ ഇടാനുള്ള ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പൊരിച്ചെടുക്കാം. പെരൻ്റെ മുകളിലൊരു മയിൽ നിൽക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും 100 ഉണ്ട്. അത് രണ്ടും വറുക്കാനുള്ളതാണ്. രണ്ടും 100 ഉണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. നല്ല പൊരിച്ച് നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് നമുക്ക് വാരിയെടുക്കാം. നല്ല ടേസ്റ്റാണ് മക്കളെ, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങളും വെച്ച് നോക്കിക്കോളി. ഉള്ളി നന്നായി, സവാള ഒരു 8 സവാള എടുത്തിട്ടുണ്ട്. അതിന് നന്നായി എണ്ണയിലിട്ട് പൊരിച്ചെടുത്ത് നമ്മൾ അവിടെ മാറ്റി വെച്ച് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് നമുക്ക് 100 ഇട്ടിട്ടുണ്ട്. അത് രണ്ടും കൂടി ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. മലബാർ ബിരിയാണിയാണ്. ഇങ്ങനെ പൊരിച്ചെടുക്കണം, എന്നാലേ നന്നായിരിക്കുക. അത് നമുക്ക് കോരിയെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് കോരിയെടുക്കാം. ആദ്യം നമുക്ക് മുന്തിരിനെ അങ്ങോട്ട് കോരിയെടുക്കാം. അതിന് ശേഷം അണ്ടിപ്പരിപ്പ് കോരിയെടുക്കാം.
അത് രണ്ടും നമുക്ക് കോരിയെടുക്കാം. നമുക്കിനി അതിലേക്ക് ചിക്കൻ കോരിയിടാം. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ചിക്കൻ കോരിയിടാം. നമുക്ക് പൊരിച്ചെടുക്കാം. പൊരിച്ചിട്ടിട്ട് നമുക്ക് ബിരിയാണി വെക്കാൻ. പൊരിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് നമുക്കിത് കോരിയെടുക്കാം. അടുത്തത് നമുക്കിടാം. അങ്ങനെ ഇടി. ഇതിലേക്ക് നമ്മൾ പട്ടയും ഏലക്കായും ചേർത്തിട്ടുണ്ട്. പട്ട ചേർത്തിട്ടുണ്ട്. അതിൽ 10-15 ഏലക്കായി ചേർത്തിട്ടുണ്ട്. 10-15 ഏലക്കായും ചേർത്തിട്ടുണ്ട്. മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പിടാം. പാകത്തിനുള്ള ഉപ്പിടാം. എന്നിട്ട് പൊന്നി വെള്ളം തിളയ്ക്കട്ടെ. അതിലേക്ക് അരി 2-3 മുറി കഴുകിയിട്ട് ഇത്തിരി നേരം വെച്ചതായിരുന്നു. വെള്ളം ഒഴിച്ച് വെച്ചതായിരുന്നു. അതിന് നമുക്ക് ഈ വെള്ളം തിളച്ചതിൻ്റെ ശേഷം നമുക്ക് ഈ അരിനെ കൊട്ടി നമുക്കൊന്ന് വേവിച്ചെടുക്കും. നമുക്കൊന്ന് ഇളക്കി വിടാം. ഇത് നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണി. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 10-15 ഏലക്കായ ഇട്ടു. ഒരു കുറച്ച് പട്ട നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ഇതിൽ. ആ പട്ടയും ഇട്ടു, ഉപ്പിട്ടു. അതിൻ്റെ ശേഷം കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തിളച്ചതിൻ്റെ ശേഷം അരിനെ കൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മൂടി വയ്ക്കാം. ചോറായി. നമുക്ക് അതൊന്ന് വാർക്കാം. ചോറ് അങ്ങോട്ട് വാർത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ബിരിയാണി അരി വേവിച്ച അതിൽ കോഴി പൊരിച്ചത് ചേർത്തി അതിലേക്ക് നമ്മൾ മസാല ഉണ്ടാക്കി വെച്ചില്ലേ അതെല്ലാം കൂടി ചേർത്തി നന്നായി കുഴച്ചെടുക്കാം. കോഴി പൊരിച്ചതും കൂടി നമുക്ക് നല്ല കുഴച്ചെടുക്കാം. നമ്മൾ ഈ അരി വെന്ത അരിനെ നമുക്കതിൽ കൊട്ടാം. മലബാർ അരിയാണ്. ഒപ്പമാക്കി നമുക്കതിൻ്റെ മേലെ ഈ അരി ചോറിട്ട് ചോറ് വേവിച്ച് ഊറ്റിയതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് കൊട്ടി പിന്നെ ഒരു പാത്രം ചോറും കൂടിയുണ്ട് അതിലേക്ക് നമ്മൾ കൊട്ടാം. സിമ്പിളാണ്. നിങ്ങൾക്കും വെച്ച് നോക്കണം. എളുപ്പമാണ്. എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളും ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ്, വെല്ലുള്ളി, മുന്തിരിയെല്ലാം നമ്മൾ എണ്ണയിൽ വാട്ടി വെച്ചിരുന്നില്ലേ, പിന്നെ പൊരിച്ച് വെച്ചിരുന്നില്ലേ, അതിനെ നമുക്ക് അതിലേക്ക് കൊട്ടിയിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്താം.
ഇനി നമുക്കതിൽ ദമ്മിടാം. നമുക്ക് ദമ്മിടാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 100 kg ആണ് പൈൽ ചേർത്തിയത്. ഓയിൽ ഒഴിക്കാനുണ്ട്. നമുക്ക് മലബാർ ബിരിയാണി തയ്യാറ്. അത് മലബാർ ബിരിയാണിക്ക് നമ്മളിപ്പോൾ അതിൽ 1.5 കിലോ സവോള, തക്കാളി 1/2 കിലോ, മല്ലി പുതിന 150, പച്ചമുളക് 150, ഇതൊക്കെയാണ് നമ്മൾ ഈ 150 വെച്ച് ചേർത്ത്. തൈര് 1 പാക്കറ്റിലെ പകുതി, ഇഞ്ചി വെളുത്തുള്ളി 150, കോഴി 4 കിലോ. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ ഇതിൽ വഴറ്റിയതിൻ്റെ ശേഷം നമ്മെല്ലാം പാകമാക്കി സവോള, തക്കാളി, മല്ലിയില, പുതിന, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം വഴറ്റിയതിൻ്റെ ശേഷം നമ്മൾ അരി 3-4 പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ട് വെച്ച് അതിനെ നമ്മൾ കഴുകി ഈ വെള്ളം തിളയ്ക്കാൻ വെച്ചതിൻ്റെ ശേഷം അതിൽ ഏലക്കായും പട്ടയും കൂടി ഇട്ട് തിളച്ചതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ ഈ അരിനെ വാരിയിട്ടു. അരി വന്നതിൻ്റെ ശേഷം നമ്മൾ അതിനെ ഊറ്റിയെടുത്ത് ഈ മസാല നമ്മൾ വഴറ്റി വെച്ച അതിലേക്കെല്ലാം ചേർത്തിയിട്ടതിൻ്റെ ശേഷം നമ്മൾ നല്ലപോലെ ഇളക്കിയൊക്കെ യോജിപ്പിച്ച് ചോറ് വേവിച്ചെടുത്തു. എല്ലാം കൂടിയിട്ട് ഒന്നാകെ ഇളക്കി. നമുക്കിപ്പോൾ ബിരിയാണി തയ്യാറ്. മലബാർ ബിരിയാണിയാണ്. നിങ്ങൾക്ക് മലബാർ അരിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സിമ്പിളാണ്, നിങ്ങൾക്കും ചെയ്ത് നോക്കാം. എല്ലാം ആയതിൻ്റെ ശേഷം നമ്മൾ ഈ പൊരിച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ വറുത്തെടുത്തില്ലേ, പൊരിച്ചെടുത്തതിൻ്റെ ശേഷമാണ് നമുക്ക് ഈ ചോറായതിൻ്റെ ശേഷം നമുക്ക് അതിന് മേലെ ഇട്ട് നല്ല പരത്തി യോജിപ്പിച്ചെടുക്കാം. ഇതാണ് മലബാർ ബിരിയാണി. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇതിനെ ചോറ് മാത്രം നമുക്ക് അങ്ങോട്ട് ഒരു പാത്രത്തേക്ക് വാരിയെടുക്കാം. അതിൻ്റെ അടിയിലാണ് കോഴി.
എന്നെല്ലാം കൂടി ഇളക്കാൻ പറ്റില്ല. മസാല മസാല